എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീടുകളിലും മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു കറിയായിരിക്കുമല്ലോ സാമ്പാർ. അപ്പോൾ ഇതിന് വേണ്ടി ഇതുപോലൊരു പൊടി നമ്മൾ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് തേങ്ങയും അതുപോലെ മല്ലിയൊക്കെ വറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പൊടിയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനും പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് ഈസി ആയിട്ട് തയ്യാറായി എടുക്കാനും പറ്റും. പിന്നെയെന്ന് പറയുന്നത് ഈ ഒരു പൊടി നമ്മൾ സാമ്പാറിന് മാത്രമല്ല ബാക്കി പല കറികൾക്കും ഉപയോഗിക്കാൻ പറ്റും. മുട്ടക്കറി, മസാലക്കറി അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 കിലോ മല്ലിയും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ജീരകം ഇത് 100 ഗ്രാം, ഉലുവ 75 ഗ്രാം, കുരുമുളകും ഒരു 75 ഗ്രാം തന്നെ മതി. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് 100 ഗ്രാം തന്നെ എടുക്കാം, പക്ഷേ അത്രയും എരിവ് വേണ്ട എന്നുള്ളത് കൊണ്ടാണ് 75 ഗ്രാം ആക്കിയത്. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതെടുക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയും മുളകൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കൊണ്ടുപോയി പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സാമ്പാർ പൊടി. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ഒരു സാമ്പാർ പൊടിയുടെ നല്ല സ്മെല്ലൊക്കെ അങ്ങ് അടിച്ച് വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക്